വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാനിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ചക്ക മടലിൻ്റെ ഉള്ളിലത്തെ സാധനം എടുത്തിട്ട് അത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അത് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10 സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 1.5 സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഉണ്ടാക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാൻ ഇത് ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ചക്കമടലിൻ്റെ ഉള്ളിലത്തെ സാധനം എടുത്തിട്ട് നന്നായി നീളത്തിൽ അരിയുക. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മൾ ബാറ്ററിൽ മുക്കണം. ബാറ്ററിൽ മുക്കിയിട്ട് അതിലിടാം. അപ്പോൾ അടുപ്പത്ത് പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ വിത്തിൻ്റെ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് മുക്കിയിട്ട് ഇതിലിടാം. ഓരോന്നോരോന്ന് എടുത്തിട്ടിടാം. ഇപ്പം കടലമാവിലും നമുക്കിത് ചെയ്യാൻ പറ്റുണ്ടോ. ഇതിപ്പോൾ ഞാൻ അപ്പോഴും നമ്മുടെ സ്നാക്ക് ഏതാണ്ട് മൊരിഞ്ഞു തുടങ്ങി. ഇപ്പം നമ്മൾ ഇപ്പോൾ ഇത് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ പിന്നെ മധുരം ഇട്ടിട്ടും ഉണ്ടാക്കാം, പഞ്ചസാര ഇട്ടിട്ടും ഇതുണ്ടാക്കാം. അതുപോലെ ഞാൻ ഇപ്പോൾ മൈദമാവാണ് ഉപയോഗിച്ചത്. ഇത് കടലമാവിലും ഉണ്ടാക്കാം. കടലമാവ് ഉപയോഗിക്കുമ്പോഴും കുറച്ച് അരിപ്പൊടി ഇടണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്. ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ ഇത് നല്ലോണം മൊരിഞ്ഞു. ഇത് എടുക്കാൻ പോവാം. അപ്പോൾ ഒരു സെറ്റ് കൂടി ഞാൻ ഇടാം. ഓരോന്നോരോന്നായിട്ടിട്ടാൽ മതി. അപ്പോൾ കൂട്ടി കെടുക്കില്ല. അപ്പോൾ നമ്മുടെ ചക്കമടലിൻ്റെ ഉള്ളിൽ നിന്നുള്ള സാധനം എടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചക്ക മുറിക്കുമ്പോൾ അതിൻ്റെ ചക്കമടലിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഇതുപോലെ ഉള്ളിൽ നിന്ന് ചെത്തിയെടുക്കുക. എന്നിട്ട് അത് നീളത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ചെയ്ത റെസിപ്പി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പം ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.